കാഞ്ഞിരപ്പള്ളി എന്ന ചെറുപട്ടണത്തിൽ അമേലിയാസ് കിച്ചൻ എന്ന റെസ്റ്റോറന്റ് അറിയപ്പെട്ടതായിരുന്നു. മികച്ച പാചകക്കാരിയായ അമേലിയ ആയിരുന്നു അതിന്റെ ഉടമ. രുചികരമായ, വായിൽ വെള്ളമൂറുന്ന മുട്ട വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള അവളുടെ കഴിവിലാണ് ആ സ്ഥാപനം പ്രശസ്തമായത്. ഏതൊരാളും ഒരിക്കലെങ്കിലും പോകേണ്ട സ്ഥലമായിരുന്നു അത്. എന്നാൽ പുറത്തുള്ള ആളുകൾക്ക് അറിയില്ലായിരുന്നു. അവളുടെ ഭർത്താവ് ജെക്കി ഒരു നല്ല ബിസിനസ്സുകാരനായിരുന്നു. പക്ഷേ അദ്ദേഹം മദ്യത്തിന് അടിമയായിരുന്നു. പലപ്പോഴും മദ്യപിച്ച് വീട്ടിലെത്തി അമേലിയുമായി വഴക്കുണ്ടാക്കുമായിരുന്നു. അവർ തമ്മിലുള്ള ബന്ധം വഷളായിട്ടും ഒരു ദിവസം അവന് മാറുമെന്ന പ്രതീക്ഷയിൽ അമേലിയ അവനോടൊപ്പം താമസിച്ചു. തൊട്ടടുത്ത വീട്ടിൽ എറിക് എന്ന ഒരു യുവാവ് താമസിച്ചിരുന്നു. പുതിയ ജോലിക്കായി കാഞ്ഞിരപ്പള്ളിയിലേക്ക് വന്നതായിരുന്നു. അവന് ഭക്ഷണം കഴിക്കാന് അമേലിയുടെ റെസ്റ്റോറന്റിൽ വരുമായിരുന്നു. അവന് പലപ്പോഴും ഭക്ഷണം കഴിക്കൽ നിർത്തി അമേലിയുമായി സംഭാഷണത്തിൽ ഏർപ്പെടുമായിരുന്നു. അവർ താമസിയാതെ നല്ല സുഹൃത്തുക്കളായി. ദിവസങ്ങൾ കഴിയുന്തോറും എരിക്കിന്റെ സന്ദർശനങ്ങൾക്കായി അമേലിയ കാത്തിരിക്കുവാൻ തുടങ്ങി. അവൻ സുന്ദരനും തമാശക്കാരനും മികച്ച കേൾവിക്കാരനുമായിരുന്നു. വളരെക്കാലമായി അനുഭവിക്കാത്ത എന്തോ ഒരു തീപ്പൊരി അവർക്കിടയിൽ അനുഭവപ്പെട്ടു. എരിക്കിന് അമേലിയോട് അടങ്ങാത്ത ആകർഷണം തോന്നി. പാചകത്തോടുള്ള അവളുടെ അഭിനിവേശം, അവളുടെ ദയുള്ള ഹൃദയം, അവളുടെ സൗന്ദര്യം എന്നിവ അവന്റെ ഹൃദയം കവർന്നു. എന്നാൽ പരസ്പരം വികാരങ്ങൾ നിഷിദ്ധമാണെന്ന് ഇരുവർക്കും അറിയാമായിരുന്നു. അമേലിയ വിവാഹിതയായ സ്ത്രീയായിരുന്നു. അവളുടെയും ഭർത്താവിന്റെയും ഇടയിൽ വരാൻ എരിക്കും ആഗ്രഹിച്ചില്ല. എന്നാൽ അവർ ഒരുമിച്ച് കൂടുതൽ സമയം ചിലവഴിച്ചപ്പോൾ അവരുടെ സ്നേഹം ശക്തമായി. ഒരു വൈകുന്നേരം ജെക്കി പൂർണ്ണമായും മദ്യപിച്ച് വീട്ടിലെത്തി പതിവ് പോലെ അമേലിയയോട് ആക്രയാശിക്കാൻ തുടങ്ങി. ആ സമയത്ത് കഴിക്കാനെത്തിയ എരിക്കിന് അമേലിയെ അടിക്കുന്നത് കണ്ടുനിൽക്കാനായില്ല. അവന് അകത്തേക്ക് കയറി അവളെ രക്ഷിച്ചു. ജെക്കി ദേഷ്യത്തോടെ തെറി വിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. തനിക്കു വേണ്ടി നിലകൊണ്ടതിന് അമേലിയ എരിക്കിനോട് നന്ദിയുള്ളവളായിരുന്നു. പരസ്പരം അവർ ചേരേണ്ടതാണെന്ന് ഇരുവരും മനസ്സിലാക്കി. എന്നാൽ തങ്ങളുടെ ഇഷ്ടം പരസ്പരം പറയാതെ ഉള്ളിലൊതുക്കി വെക്കേണ്ടതായി വന്നു. ദിവസങ്ങൾ കഴിയുന്തോറും അമേലിയുടെയും എരിക്കിന്റെയും സൗഹൃദം രഹസ്യ പ്രണയമായി മാറി. അവർ തടാകത്തിനരികിലെ ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് ആരുടെയും കണ്ണിൽപ്പെടാതെ അവർ കണ്ടുമുട്ടി. അവർ അവിടെ വിസ്തൃതമായ പുൽത്തകിടിയിൽ ഇരുന്നു. അവൾ അവന്റെ നെഞ്ചിൽ ചാഞ്ഞു. അവർ ആലിംഗനം ചെയ്തു. അവൻ ചുംബനം കൊണ്ട് അവളെ പൊതിഞ്ഞു. അവൾ സന്തോഷം കൊണ്ട് പുളഞ്ഞു. സാരിയുടെ സ്ഥാനം മാറി അവളുടെ മുലകൾ പുറത്തേക്ക് വരാൻ വെമ്പൽ കൊള്ളുന്നതായി അവന് തോന്നി. അവന് അവയെ സ്വതന്ത്രരാക്കി. അവന്റെ കൈകളിൽ കിടന്ന് തുള്ളിക്കളിച്ചു. അവളുടെ ഞാവൽ പഴം പോലുള്ള മുലനെട്ട് അവൻ വായിൽ വെച്ച് ഉറിഞ്ചി കുടിക്കാൻ തുടങ്ങി. അവളുടെ മനസ്സ് ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത സുഖാനുഭൂതിയിൽ ലയിച്ചു. അവളുടെ പൂറിൽ നനവ് പടർന്നത് അവളറിഞ്ഞു. അവൾ കണ്ണുകൾ അടച്ചു. അവന്റെ കൈകൾ അവളുടെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി. അവന്റെ നാക്ക് മുലകളിൽ നിന്ന് അവളുടെ പൊക്കിൽ കുഴിയിൽ ഊളിയിട്ടു. അവൾ പുളഞ്ഞു. താഴോട്ട് ചലിച്ച നാക്ക് തേനൂറുന്ന പൂറിനു നേരെ നീങ്ങി. കാടിനെ വകഞ്ഞു മാറ്റി. അവളുടെ കന്തിനെ ചപ്പി വലിച്ചു. അവളിൽ നിന്ന് ശീൽക്കാര ശബ്ദങ്ങൾ പുറത്തു വന്നു. അവളുടെ തുടകൾ അവന്റെ കഴുത്തിനെ ചുറ്റിവരിഞ്ഞു. അവൻ നാക്ക് അകത്തേക്കും പുറത്തേക്കും ഇളക്കി. അവളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവളുടെ തേനരുവി കുത്തി ഒലിച്ചു. അവന് അത് നക്കി കുടിച്ചുകൊണ്ടിരുന്നു. അനന്തമൂർച്ച അനുഭവിച്ച അവളുടെ കണ്ണിൽ നിന്ന് സന്തോഷാശ്രുക്കൾ പൊടിഞ്ഞു. അവർ കുറെ സമയം കാമകേളികളിൽ ഏർപ്പെട്ടു. മതിവരുവോളം അവർ ആസ്വദിച്ചു. അവരുടെ സ്നേഹം വികാരാധീനവും തീവ്രവുമായിരുന്നു. ഒരുമിച്ച് ചെലവഴിച്ച ഓരോ നിമിഷവും അവരുടെ ആഗ്രഹം വീണ്ടും വർദ്ധിപ്പിച്ചു. അമേലിയുടെയും എരിക്കിന്റെയും ബന്ധം വികാരങ്ങളുടെ മിശ്രിതമായിരുന്നു. അവളുടെ ഭർത്താവിനെ വഞ്ചിക്കുന്നതിലുള്ള കുറ്റബോധത്തിൽ ഇരുവർക്കും വിഷമമുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അവരുടെ സ്നേഹത്തിന്റെ തീവ്രതയെ ചെറുക്കാൻ കഴിഞ്ഞില്ല. ഓരോ ദിവസം കഴിയുന്തോറും അവരുടെ പ്രണയം ശക്തമായി. അവരുടെ രഹസ്യ കൂടിക്കാഴ്ചകൾ പതിവായി. അവരുടെ സ്നേഹം കൂടുതൽ തീവ്രമായി. പക്ഷേ തങ്ങളുടെ ബന്ധം എക്കാലവും മറച്ചുവെക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാമായിരുന്നു. അവർക്ക് ഒരു തീരുമാനം എടുത്തേ പറ്റൂ എന്ന സാഹചര്യം വന്നു. ഒരുമിച്ച് നിന്ന് അനന്തരഫലങ്ങൾ നേരിടുക, അല്ലെങ്കിൽ അവരുടെ പ്രണയം അവസാനിപ്പിച്ച് അവരുടെ വേറിട്ട ജീവിതത്തിലേക്ക് മടങ്ങുക എന്ന അവസ്ഥയിലാണ്. അവസാനം അവരുടെ സ്നേഹം വിജയിച്ചു. അവർ ഒരുമിച്ച് ഓടിപ്പോകാൻ തീരുമാനിച്ചു. അവർ കാഞ്ഞിരപ്പള്ളി വിട്ട് മറ്റൊരു പട്ടണത്തിൽ ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. അവിടെ അവർക്ക് പ്രണയം മറച്ചുവെക്കാതെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞു. അമേലിയുടെ പാചക വൈദഗ്ധ്യവും എരിക്കിന്റെ മനോഹാരിതയും വിവേകവും അവരെ ഒരു മികച്ച ടീമാക്കി. അവർ സ്വന്തമായി ഒരു റെസ്റ്റോറന്റ് തുറന്നു. ഒരു പുതിയ ജീവിതം സൃഷ്ടിക്കുകയും ചെയ്തു.
അവരുടെ പ്രണയം ഒരു തെറ്റായ രീതിയിൽ ആരംഭിച്ചെങ്കിലും പക്ഷേ അത് മനോഹരമായ, വികാരാധീനമായ, അഭേദ്യമായ ബന്ധമായി വിരിഞ്ഞു. പരസ്പരം തങ്ങളുടെ യഥാർത്ഥ ഇണയെ കണ്ടെത്തിയെന്ന് ഇരുവരും തിരിച്ചറിഞ്ഞു.